ഹായ് ഗായ്സ്, ഇന്നത്തെ ഈ ഒരു റെമഡി നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിന് നല്ല എങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. തീർച്ചയായിട്ടും ഗായ്സ്, ഞാൻ പറയുന്ന ഒരു 20 വയസ്സ് നമ്മുടെ ഫേസിൽ നിന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഫേസിൽ എത്ര തന്നെ ചുളിവുകളുണ്ടെങ്കിലും പാടുകളുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് മോയ്സ്ചർ ആൻഡ് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും. നമുക്ക് എന്താ പറയുക, നമ്മുടെ ബേബി സ്കിന്നില്ലേ, നമ്മുടെ കുഞ്ഞു വാവകളുടെ സ്കിന്ന് പോലെ അത്രയും തന്നെ സോഫ്റ്റനാക്കി വെക്കും കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ നിങ്ങളിത് ഉപയോഗിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരൊറ്റ തവണത്തെ റിസൾട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഈ പറയുന്നത് അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പീരയാണ് കേട്ടോ. നാളികേരം നമ്മുടെ തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു പിരിയോളം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നമ്മളെപ്പോലെ ഓരോ ഇൻഫ്ലുവൻസും ഇതുപോലെ പറഞ്ഞത് കേട്ടിട്ട് ഓടിക്കേറി ആരും തന്നെ ട്രൈ ചെയ്യാതെ ഇരിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയിട്ട് എന്നെക്കാളും കൂടുതലായിട്ട് അറിയുന്നത് ആർക്കാ? നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്ത് ചേരും എന്ത് ചേരില്ല എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കല്ല. ഞാൻ ഇവിടെ പല വീഡിയോസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പല പല ടൈപ്സ് സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മളിതിനകത്ത് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ വാരി തേക്കുന്നേക്ക് മുന്നായിട്ട് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക, ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആവോ എന്നുള്ളത്. ഓക്കെ, ഇത് വന്നിട്ട് നമുക്ക് പിമ്പിൾസ് ഉള്ളവർ ഉപയോഗിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ളവർ ഉപയോഗിക്കുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വാം വാട്ടറിലൊക്കെ വെച്ച് ഒന്ന് കെയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധമൊക്കെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാം. പക്ഷേ എല്ലാവരുടെ കാര്യത്തിൽ അത് സക്സസ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്തൊരു കാര്യം, എൻ്റെ എന്നല്ല എന്തൊരു ആരുടെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിലും ഇതെല്ലാം ശ്രദ്ധിക്കാനും പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ 2 പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മുടെ ലിക്വറൈസിൻ്റെ പൗഡറും മറ്റൊരെണ്ണം മുൾട്ടാനി മിറ്റിയുടെ പൗഡറാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സി ബൗളിനകത്തൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരികയാണ്. മാക്സിമം നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നമുക്കിത് ഫൈനായിട്ടൊന്നും കിട്ടത്തില്ല, എങ്കിലും ആ ഒരു തരിതരിപ്പോട് കൂടി തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിക്ക് ഒന്ന് അരച്ച് കൊണ്ടുവരിക. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും മതി കേട്ടോ. നീര് മാത്രമാകുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. കാരണം കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും. ഇതിൻ്റെ ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം, എക്സ്ട്രാക്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് ഇതങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഈ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും വെച്ചിരിക്കാനായിട്ട് നോക്കുക. എന്നതിന് ശേഷം ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് ഫേസ് വാഷ് ചെയ്യാനായിട്ട്. പ്ലെയിൻ വാഷ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മുൾട്ടാനി മിട്ടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ആ ഒരു ഓയിൽ കണ്ടന്റ് ഒന്നും നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യില്ല കേട്ടോ. സാധാരണ നമ്മൾ കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ട് പാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓയിൽ കണ്ടന്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്ത് അത് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇതിനകത്ത് മുൾട്ടാനി മിട്ടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. പക്ഷേ ഞാനിവിടെ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ രീതിക്ക് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഏതൊരു പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോഴും നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നല്ലൊരു ഫേസ് ജെല്ലോ ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫേസിലേക്ക് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കഴുത്തിൽ, കയ്യിൽ, ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്കിത് 10 ഡേയ്സ് കൊണ്ട് തന്നെ സൂപ്പറായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ടുള്ള ഫീൽ ആയിരിക്കും. പിന്നെ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് അത് നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം തന്നെ ഉപയോഗിക്കുമ്പോൾ അടിപൊളി റിസൾട്ട് ആയിരിക്കും. വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഇനി എത്ര വയസ്സ് മുതൽക്കുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഏകദേശം ഒരു 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ആരും ഈ ഒരു പാക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കരുത്. കോക്കനട്ട് പേരിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലിക്വറൈസും മുൾട്ടാണി മിട്ടിയും ഫ്രഷ് ആയിട്ട് തന്നെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.